എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സെഡ്യൂസിങ് ഡ്രേക്ക് പാൽമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആലീസ് ആണെങ്കിൽ ഡ്രിപ്പിന്റെ ആ ഒരു ലോക്കറാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ആലീസിന്റെ ലോക്കറിൽ പിള്ളേരെല്ലാവരും കൂടെ പണി കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഈടായിട്ട് ഡ്രിപ്പിന്റെ ലോക്കറാണ് അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രിപ്പിന് ഒരുപാട് ഫാൻ ഗേൾസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. സോ അതാണെങ്കിൽ നമ്മുടെ ആലീസ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ട്രിപ്പ് വരുന്നുണ്ടായിരുന്നത്. ട്രിപ്പിന്റെ കണ്ണിൽ പെടാതെ വേഗം തന്നെ നമ്മുടെ ആലീസ് അവിടെ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട്. കാരണം ഡ്രേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ട്രിപ്പിനോടുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, അവനെ നല്ല രീതിയിൽ അവോയ്ഡ് ആക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇവൾക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി നോക്കി നടക്കണമെങ്കിൽ ഒരാൾ കാര്യങ്ങളൊക്കെ മുട്ടണമൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾ വീട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമവും കാര്യങ്ങളൊക്കെ അടിച്ച് നിൽക്കണം. ആ ഒരു സമയത്തായിരുന്നു അവളുടെ ബ്രദർ ഫോറിനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ബ്രദറിനെ കണ്ട സന്തോഷത്തിൽ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ബ്രദർ കുറച്ചും കൂടെ മെച്ചുറായിട്ടായിരുന്നു അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവന് ഈ ഒരു കാര്യങ്ങൾ കെട്ടിപ്പിടുത്തോ ഐ ലവ് യു പറച്ചിലോ കൊഞ്ചലോ കുഴലോ ഒന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ ഗേൾ ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേൾ ഫ്രണ്ടിനും അവനും കൂടെ എവിടേക്കോ പോകാനുണ്ട്. സോ ഗേൾ ഫ്രണ്ടും അവനിങ്ങനെ പോകുമ്പോൾ ഇവരൊക്കെ വലുതായി ഗേൾ ഫ്രണ്ടിൻ്റെ ഇപ്പൊക്കെ പോകും എന്നുള്ള രീതിയിൽ അവൾ ചിന്തിച്ച് നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഇവളിങ്ങനെ ക്ലാസ്സിന് പോകുന്ന സമയത്താണെങ്കിൽ പിന്നെ മുന്നിൽ പെടുന്നുണ്ടായിരുന്നു. ട്രിപ്പാണെങ്കിൽ എന്നെ അവോയ്ഡ് ആക്കുകയാണോ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവൾക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ട്രിപ്പാണെങ്കിൽ ഇവളുടെ ബർത്ത്ഡേ ആണെന്ന്. സോ ഇവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവരൊരു പെൻഡൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഇവളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ സങ്കടമാവുന്നുണ്ട്. ഒരുപാട് ഇവനെ അവോയ്ഡ് ആക്കുന്നുണ്ട്. ഇവൾ എന്നിട്ട് ഒരു മറുപടിയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സംസാരിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അവനെ അവിടെ കാണുന്നില്ല. ഇതും കൂടെ ആയപ്പോൾ ഇവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ല. കാരണം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ മാക്സിമം അവൾ അവോയ്ഡ് ആക്കുന്നുണ്ട്. പിന്നീട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴൊക്കെ ഇവൾ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണ്, ഞാൻ അത്രമാത്രം ഉണ്ടായിരുന്നൊരു ഫ്രണ്ടാണ്. സോ അവരെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയുള്ള വീട്ടിലെത്തിയപ്പോൾ ഇവളുടെ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവളുടെ ബർത്ത്ഡേ ആണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് അമ്മ അവൾക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. സോ അതൊന്ന് ഇട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ അവളെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളിവിടെ മേലെ വന്ന് നോക്കുമ്പോൾ ബ്രദർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബ്രദർ അവളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ കുറച്ചായിട്ട് ഇത് കാണാൻ ഭംഗിയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവളും ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നിന്നെ പോലെയല്ല ഞാൻ കുറച്ചും കൂടെ ബോൾഡാന്നുള്ള രീതിയിലൊക്കെ ബ്രദർ പറയുന്നുണ്ട്. അപ്പോഴാണ് മോമ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗൗണ് കാണുന്നത്. അങ്ങനെ ആ ഗൗൺ ഇട്ട് നോക്കാൻ വേണ്ടി അവൾ പോകുന്നുണ്ട്. കൊള്ളാലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നിന്നെ തന്നെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പറയും കുറച്ചൊക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവ ആ ഡ്രസ്സിനെ കുറിച്ചൊന്നും പറയാതിരിക്കുമ്പോൾ അമ്മനോട് പറയുന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരു തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ അടിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അടിയിലേക്ക് പോകുമ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അനിയന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്ത് നല്ല ഫാമിലിയാണ് ദൈവം എനിക്ക് തന്നത് എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്താണെങ്കിൽ അമ്മ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ എക്സ്കോർട്ടിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ടീവായിട്ട് നമ്മുടെ ട്രേക്ക് വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും എന്തായാലും വരുമെന്ന് പറഞ്ഞതല്ലേ. സോ അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ യെസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ കൂടെ ഇവർ രണ്ടുപേരും ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനിയ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇവ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കുന്നത് കുറച്ച് മോഡൽസിൻ്റെ ഹോട്ട് പിക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല, എന്നിട്ട് എന്തൊക്കെയാണ് ഈ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ആൾക്കാരെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചി കരഞ്ഞതിൻ്റെ അത്ര വരില്ലെങ്കിലും കുറേയൊക്കെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവളെ കളിയാക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവൾ തീരെ കോൺഫിഡൻ്റ് ഇല്ല, ഒരു കാര്യം ചെയ്യാൻ ഇല്ലാത്ത രീതിയിലൊക്കെ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ ആലോചിക്കുന്നു, എന്നെക്കാട്ടി എത്ര ചെറിയ പയ്യനാണ് ഞാൻ, ഇത്രയും വളർന്ന് വലുതായിട്ടും എൻ്റെ കോൺഫിഡൻസ് ഒക്കെ എവിടെ പോയി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സ്കൂളാണ്. സോ ഇവളുടെ ബർത്ത്ഡേ ആണല്ലോ. സോ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവളെ സർപ്രൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കിസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷീനിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനോട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം തന്നെ കട്ട് ചെയ്യാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളോട് ഒരു ആഗ്രഹം പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ ആഗ്രഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഷീൻ പറയുന്നുണ്ടാവും, ഡ്രേക്കിന് ഹസ്ബൻഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാവില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആയിക്കും കൂടെ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷീനാണെങ്കിൽ ഒരു ട്രീറ്റ്, ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ക്യാൻറ്റീനിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു സെമിസ്റ്റർ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതായിരുന്നു, ഞാനായിട്ട് കൊണ്ടുപോയി തട്ടിക്കളയുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ പിന്നെ ഇവൻ്റെ കാര്യം എന്താ, ഇവൻ റിലേഷൻ ആയോ എന്നുള്ളത് മൂവ് ഓണൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഗെൻറ്റിൻ്റെ ആയതിൻ്റെ ഇടയിൽ ഒരു തേർഡ് വീലായിട്ട് മുന്നോട്ട് പോകാമെന്ന്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത്, തേർഡ് വീൽ എന്തൊക്കെ വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ മീനിങ്സ് പോലും എനിക്കറിയില്ല, ഞാനത് തള്ളവൈബായോ എന്തായാലും അനിയനോട് ചോദിക്കേണ്ടി എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇവളാണെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ആ ഒരു സമയത്ത് ഇവളുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഡ്രിപ്പ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രിപ്പാണെങ്കിൽ ഇവൾ മൈൻഡ് ആക്കാതെ വേഗം തന്നെ നേരെ തന്നെ പോകുന്നുണ്ടായിരുന്നു. ഇവൾക്ക് അതും കൂടെ ആയപ്പോൾ സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇവൾക്ക്
ഭയങ്കര ഒരു നല്ല രീതിയിലുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവൾ തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ അവളെ തിരിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ക്ലാസ്സിൽ മിസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ട്രിപ്പിന് മെസ്സേജ് അയക്കണമെന്നുള്ള ആലോചിച്ചിട്ട് ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുകയാണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രമാത്രം വീർപ്പിച്ച് അവോയ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മിസ് അവളെങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡ്രേക്ക് ആണെങ്കിൽ ഫ്രണ്ട്സിൽ ഓൺലി യു എന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അത് മിസ്സിനോട് പെട്ടെന്ന് തന്നെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അവിടെ ചെറിയ രീതിയിലുള്ളൊരു ഫണ്ണി മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ആ ഒരു സമയം എത്തിയിട്ടുണ്ട്. ഇവളാണെങ്കിൽ മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബ്രദർ വന്നിട്ട് അവളെ നൈസായിട്ട് നോക്കി വിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ റെഡിയായി വരുന്നു കേട്ടോ. ഇത് കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണോ നമ്മുടെ ആലിസ് എന്ന് വരെ ചിന്തിച്ച് പോകണം, അത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണ് ഇത് കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. നല്ല സന്തോഷത്തിലുള്ള ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ അവളെ കെട്ടി പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ബ്രദർ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫെലിക്സ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ടാണ് പറഞ്ഞത് എന്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലി മൊമെൻ്റ് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ ഡ്രേക്ക് വരില്ലേ എന്നുള്ള രീതിയിൽ ഡ്രേക്കിനൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇവിടെ എത്തിയിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇവളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരും മുന്നിൽ ഇവളും ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഡ്രേക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡ്രേക്ക് വൈകാതെ വരുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷീന എവിടെ ചോദിക്കുമ്പോൾ ഷീന കുറച്ച് കഴിഞ്ഞാൽ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആയനൊക്കെ പരിചയപ്പെട്ട് ആയനൊക്കെ കണ്ടപ്പോൾ ഈ രീതിയിലൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ഡ്രേക്കിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രേക്കിൻ്റെ കാർ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചിട്ട് അത് ഗേറ്റ് വഴി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇവൾ കാണുന്നത്. ഇവൾക്കാണെങ്കിൽ ഡ്രേക്ക് ഇവിടേക്ക് എന്തെങ്ങോട്ടാണ് പോകുന്നത്, സമയമായി, ഞാൻ നിന്നോട് പറഞ്ഞതില്ലായിരുന്നു, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് അവനെ ടെൻഷനായിട്ട് അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് അർജൻറ്റായിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, സോ സോറി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് ചെയ്യണം, ഇവൾക്ക് ആ ഒരു നിമിഷത്തിൽ ഭൂമി തുറന്ന് താഴേക്ക് പോയില്ല എന്ന് ഇവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ വിഷമിച്ചൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോരോ തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണം, ഞാനിനി എൻ്റെ അമ്മയെ എന്ത് പറഞ്ഞിട്ട് മനസ്സിലാക്കും. അങ്ങനെ ആ ഒരു ടെൻഷനിലും കാര്യങ്ങളും വിളിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വേറെ ആരുമില്ല, ട്രിപ്പിനെയാണ്. അപ്പോൾ തന്നെ അവളിങ്ങനെ ട്രിപ്പിനെ വിളിച്ചാലോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പിന്നെ ഒന്നും നോക്കിയില്ല, ട്രിപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പിനെ ഫോൺ ചെയ്തപ്പോൾ അവൻ ട്രിപ്പിനോട് പറയുന്നുണ്ടായിരുന്നു ഡ്രേക്ക് ഈ ലാസ്റ്റ് നിമിഷം കാലം മാറുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, പക്ഷെ നീ എൻ്റെ ഇതിന് വരണം, എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഒരുപാട് അവന് വേണ്ടി കരഞ്ഞതാണ്, സോ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, നീ എൻ്റേതാവുന്നുള്ള രീതിയിൽ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടെന്ന് എല്ലാവരും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ കോളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ബെഡിലാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഓൾറെഡി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചിട്ട് അവൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എവിടെ ആലിസ് എവിടെ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇവളാണിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വൻ ടെൻസ്ഡാണ്. കാരണം ഇവൾക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ലാസ്റ്റ് നിമിഷത്തിലായപ്പോൾ ഇങ്ങനെ ഡ്രേക്ക് അവളെങ്ങനെ ഈ ഒരു പണി തരുമെന്ന് അവൾ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തേക്ക് അങ്ങോട്ടേക്കാണെങ്കിൽ ആങ്കർ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പറയുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്, വേഗം തന്നെ വരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കേണ്ട, അങ്ങോട്ടേക്ക് പോകാന്നുള്ള രീതിയിൽ അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭയങ്കര അടിപൊളിയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നായിരുന്നു ഒരു കൈ അവളെ വന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ആരുമില്ല, ഡ്രേക്കാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡ്രേക്കല്ല, ട്രിപ്പാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവൾ ഒരിക്കലും കൈ വിടില്ല എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി തന്നെ ഡ്രേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ഒപ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടാണ്, ഭയങ്കര ക്യൂട്ട് കപ്പിൾസിനെ പോലെയാണ് ഇവർ രണ്ടുപേരും കാണാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ട്രിപ്പും അതുപോലെ തന്നെ നമ്മുടെ ആലിസും ഒന്നിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നമ്മുടെ കഥാനായകൻ ഡ്രേക്കായി പോയില്ലേ. അങ്ങനെ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കണ്ട് ഭയങ്കര സന്തോഷം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഇവരുടെ എല്ലാവരും ഒരുമിച്ച് ആ ഒരു നടക്കുന്ന സമയത്താണെങ്കിൽ കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരുന്നു ഡ്രേക്ക് എത്രമാത്രം അവളെ സങ്കടപ്പെടുത്തി എന്നുള്ള ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. ഇവളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അവൻ പോയതും ആലോചിച്ച് അങ്ങനെ ഉള്ളിൽ നല്ല വിഷമമുണ്ടെങ്കിൽ പുറത്തുള്ള ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആലീസ്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ 3 കപ്പിൾസിൻ്റെ ഡാൻസാണ്. നമ്മൾ ട്രിപ്പും ആലീസും ആയിരുന്നു ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ട് മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ എന്നിട്ട് നമ്മുടെ ആലീസ് ആണെങ്കിൽ ഒരുപാട് പോയിട്ട് അവനോട് താങ്ക് യു പറയുന്നുണ്ട്. കാരണം ഡ്രേക്ക് കാലും മാറിയപ്പോൾ ഇവനായിരുന്നത് അവളുടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. സോ അതിനൊക്കെ ഒരുപാട് താങ്ക് യു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നത് അവൻ പറയുന്നുണ്ടായിരുന്നു എന്തിനിങ്ങനെ താങ്ക് യു പറയുന്നത്. അപ്പോൾ അവൾ പറയും എന്താ സോറി പറയണം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ രീതിയിലുള്ള ക്യൂട്ട് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവളോട് എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ അവിടെ ഒരുപാട് ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് ഡ്രേക്ക് ഒരുക്കി വെച്ചതാണ്, സോ ഡ്രേക്ക് നിനക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും, നീ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതെന്താണെന്ന് ആലോചിച്ച് ഇവൾക്ക് ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു ക്യാൻറ്റീനിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ക്യാൻറ്റീനിൽ ഫോളോ ചെയ്ത് പോയപ്പോൾ ഇവളുടെ പിന്നിലൂടെ വന്നിട്ട് ഡ്രേക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. സോറി, എനിക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. കാരണം എന്ത് സംഭവിച്ചെന്നുള്ളത് എനിക്ക് വൈകാതെ അറിയാം. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.